ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന പേപ്പറിലെ മൂന്നാമത്തെ മോഡ്യൂളായ മെമ്മറി മാനേജ്മെന്റ് ആണ് നമ്മൾ ഇന്ന് തുടങ്ങുവാനായിട്ട് പോവുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാനേജ്മെന്റ് ആക്ടിവിറ്റിയാണ് മെമ്മറി മാനേജ്മെന്റ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. പലതരം മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നുണ്ട്. അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വളരെ ആവശ്യം വേണ്ട ഒരു പ്രവർത്തനമാണ് മെമ്മറിയെ എങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളത്. കാരണം അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ നമുക്ക് ലിമിറ്റഡ് ആണ്. വളരെ പരിമിതമായ മെമ്മറി ലൊക്കേഷനേ ഉള്ളൂ. പക്ഷെ നമുക്ക് ആ പരിമിതമായ മെമ്മറി ലൊക്കേഷനിലേക്ക് പല പ്രോഗ്രാമുകൾ ഒരേ സമയവും പല പ്രാവശ്യമായിട്ടുമൊക്കെ ലോഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായി വരും. എന്തൊക്കെ സ്ട്രാറ്റജിയാണ് നമ്മൾ അത്തരം സാഹചര്യത്തിൽ ഫോളോ ചെയ്യേണ്ടത്? ഏതൊക്കെ രീതിയിൽ നമുക്ക് അത് സാധ്യതമായി തീരും? അത്തരം കാര്യങ്ങളാണ് മെമ്മറി മാനേജ്മെന്റ് എന്ന യൂണിറ്റിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുക. സ്വാഭാവികമായും മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം അതൊരു അറേ ഓഫ് ബൈറ്റ്സ് ആണ്. നമുക്കറിയാം, അതിൽ ഓരോ ലൊക്കേഷനും യുണീക്ക് ആയിട്ടുള്ള അഡ്രസ് ഉണ്ടെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് CPU ഓരോ ഇൻസ്ട്രക്ഷനായിട്ട് ഫെച്ച് ചെയ്യുകയും ആ ഫെച്ച് ചെയ്യുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പ്രോഗ്രാം കൗണ്ടറിൽ നിന്ന് ലഭിക്കുകയാണ് ചെയ്യുക. കാരണം അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് പ്രോഗ്രാം കൗണ്ടർ സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും അഡ്രസ് ലഭിക്കുകയും ചെയ്യും. ഈ ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ചാണ് സ്റ്റോർ ചെയ്യാനും ഡാറ്റ ഫെച്ച് ചെയ്യാനും ഒക്കെ കമ്പ്യൂട്ടറിന് സാധിക്കുക. ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ പരിശോധിച്ചാൽ, എക്സിക്യൂഷൻ സൈക്കിൾ പരിശോധിച്ചാൽ, ആദ്യം അത് മെമ്മറിയിൽ നിന്നും ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നു. അതിനുശേഷം ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നു, എന്താണ് ചെയ്യേണ്ടത് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് ആവശ്യമായിട്ടുള്ള ഓപ്പറാൻഡ്സ്, വാല്യൂസ്, ആ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഡേറ്റ മെമ്മറിയിൽ നിന്ന് ഫെച്ച് ചെയ്യേണ്ടതായി വരുന്നു. അങ്ങനെ ഇൻസ്ട്രക്ഷനും ഡേറ്റയും ഉപയോഗിച്ചതിന് ശേഷം ഉപയോഗിച്ച് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമാകുന്ന റിസൾട്ടുകൾ തിരികെ മെമ്മറിയിലേക്ക് സൂക്ഷിക്കേണ്ടതായി വരുന്നു. മെമ്മറി യൂണിറ്റ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു സീക്വൻസ് ഓഫ് മെമ്മറി അഡ്രസ്സസ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് ആയിരിക്കും. മെമ്മറി ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മെമ്മറി അറിയേണ്ട കാര്യമില്ല ഇതെന്തിനാണ് അല്ലെ ഈ മെമ്മറി അഡ്രസ്സുകളെന്നും എന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്നും അതെങ്ങനെ ജനറേറ്റ് ചെയ്യുന്നതെന്നും എന്തിനു വേണ്ടിയാണെന്നും അത്തരം കാര്യങ്ങൾ മെമ്മറി അറിയണമെന്നില്ല. അതിന്റെ ഡ്യൂട്ടി ആവശ്യമുള്ള ലൊക്കേഷൻ ആക്സസ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ പര്യാപ്തമാക്കുക എന്നുള്ളതാണ്. അടിസ്ഥാനപരമായിട്ട് അതിനാവശ്യമുള്ള ഹാർഡ്വെയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ മെമ്മറിയും രജിസ്റ്റേഴ്സും നമുക്കറിയാം. മെയിൻ മെമ്മറി എന്ന് പറഞ്ഞ റാമാണ്. CPU നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രജിസ്റ്റേഴ്സ്, ഇവയൊക്കെയാണ് പ്രോസസ്സിംഗ് കോറിനകത്ത്, CPUവിന്റെ കോറിനകത്ത് നമുക്ക് ആവശ്യമായിട്ട് വരിക, നേരിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവയാണ് CPUവിന് സാധാരണയായി ജനറൽ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട്, സാധാരണ ഉപയോഗിക്കുന്ന ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഡിവൈസ്, മെയിൻ മെമ്മറിയും രജിസ്റ്ററുകളും. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായിട്ടുള്ള ഡേറ്റയും ആ ഇൻസ്ട്രക്ഷന് ഡയറക്റ്റ് ആക്സസ് സ്റ്റോറേജ് ഡിവൈസിലേക്ക് മൂവ് ചെയ്യപ്പെടണം. അപ്പോൾ ഏതൊരു പ്രോഗ്രാമും എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ ബൈ ഇൻസ്ട്രക്ഷൻ ആയിട്ട് ഫെച്ച് ചെയ്തിട്ട് അത് ആദ്യം മെയിൻ മെമ്മറിയിലേക്കും പിന്നെ മെയിൻ മെമ്മറിയിൽ നിന്ന് രജിസ്റ്ററുകളിലേക്ക് മാറിയാൽ മാത്രമേ CPUവിന് അവ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ CPU ഡേറ്റയ്ക്ക് വേണ്ടി മെമ്മറിയിൽ പരതുമ്പോൾ മെമ്മറിയിൽ ഡേറ്റ ഇല്ല എങ്കിൽ
ആവശ്യമുള്ള ഡേറ്റ മെമ്മറിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാതെ CPU-ന് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മെമ്മറി സ്പേസിൽ ഉണ്ടോ എന്നുള്ളത്. ഉദാഹരണം, ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ നമ്മൾ ടേബിളിനകത്ത് ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കുന്നു. അതാണ് നമ്മുടെ ഡയറക്റ്റ് ഈ ബഫർ സ്റ്റോറേജ് എന്നൊക്കെ പറയുന്നത് പോലെ. അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഭക്ഷണം എടുക്കേണ്ടതായി വരും. അപ്പോൾ നമ്മൾ പല പാത്രങ്ങളിലായിട്ട് ഡിഷസ് നിരത്തി വെച്ചിട്ട് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കും. ഇത് തന്നെയാണ് കമ്പ്യൂട്ടറിൽ സംഭവിക്കുക. ജനറൽ പർപ്പസ് സ്റ്റോറേജ് ഡിവൈസിലേക്ക് കാര്യങ്ങൾ എടുത്തു വെച്ചാൽ പിന്നെ കോറിനെ നേരിട്ട് പ്രോസസ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ എൻഷുർ ചെയ്യണം ഈ ആവശ്യമുള്ള സംഗതികളൊക്കെ ജനറൽ പർപ്പസിനകത്തുണ്ട് എന്നുള്ളത്. ഓരോ പ്രോസസ്സിലും പ്രത്യേകമായിട്ടുള്ള മെമ്മറി ഡിവൈസ് വേണം എന്നുള്ളത് തർക്കം തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടതായി വരും. കാരണം നമ്മൾ എല്ലാ ഡിഷും കൂടെ ഒരുമിച്ച് ഒരു പാത്രത്തിൽ മിക്സ് ചെയ്തിട്ടല്ല കൊണ്ടുവയ്ക്കുന്നത് കഴിക്കാൻ. ഓരോ പ്രോസറിനും പ്രത്യേക മെമ്മറി സ്പേസ് അലോട്ട് ചെയ്തിരിക്കും. അതായത് ഇന്ന സ്പേസിൽ ഇന്ന ആൾക്കാർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ, ഇന്ന സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോസസ്സ് ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും മെമ്മറിയിലേക്ക്. ഒരേ സമയം തന്നെ പാരലായിട്ട് കൺകറന്റ് ആയിട്ട് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഇത് വളരെ സക്സസ് ആയിട്ട് നടക്കണമെങ്കിൽ ഇവയ്ക്കൊക്കെ തന്നെ പ്രത്യേകം സ്പേസസ് അലോട്ട് ചെയ്യണം. അക്കാര്യം നമ്മൾ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങളും ഉണ്ടായിരിക്കണം എന്ന് അർത്ഥം. ഇനി എങ്ങനെ നമുക്കത് എൻഷുർ ചെയ്യാൻ പറ്റും? ഓരോരുത്തരും ഇരിക്കേണ്ടത് ഒരു പ്രത്യേക സ്ഥലത്താണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഓഡിറ്റോറിയത്തിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ VIP-കൾക്ക് വേണ്ടി പ്രത്യേക സീറ്റ് റിസർവ് ചെയ്യും, ആദ്യത്തെ ഒരു 2-3 റോ. അതിനുശേഷം പിന്നെ മീഡിയ കവറേജിന് വേണ്ടിയുള്ള ആൾക്കാർക്ക് സ്ഥലം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പാർട്ടീഷൻ ചെയ്യുന്നത് പോലെ കമ്പ്യൂട്ടറിനകത്ത് അത്തരത്തിലുള്ള ഒരു പാർട്ടീഷനിങ് അനിവാര്യമായി വരുന്നു. കാരണം അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് കിടക്കും. അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയത്തില്ല. അതിലുപയോഗിക്കുന്ന ഒരു മെക്കാനിസമാണ് ബേസ് രജിസ്റ്ററും ലിമിറ്റ് രജിസ്റ്ററും ഉപയോഗിച്ച്. അപ്പോൾ മെമ്മറി സ്പേസിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കണം ഏത് റേഞ്ച് ഇവിടെ പിക്ചറിൽ കാണുന്നത് പോലെ 300040 മുതൽ 120900 വരെ ഈ ഒരു ബ്ലോക്കിനകത്ത് ഒരു പ്രോസസ്സിന് വേണ്ടി ഡിസൈഡ് ചെയ്തിരിക്കുന്ന ഏരിയ. അപ്പോൾ വി നീഡ് ദ എബിലിറ്റി ടു ഡിറ്റർമിൻ ദ റേഞ്ച് ഓഫ് ലീഗൽ അഡ്രസ്സസ് ദാറ്റ് ദ പ്രോസസ് മേ ആക്സസ്. അപ്പോൾ പ്രോസസ്സിന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന, ലീഗലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്താണ്? അപ്പോൾ അതിനകത്ത് മാത്രമേ നമുക്ക് ആ പ്രോസസറിന് ഇരിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. ഈ പ്രൊട്ടക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ടാണ് ഈ ബേസ് രജിസ്റ്റർ, ലിമിറ്റ് രജിസ്റ്റർ ഉപയോഗിക്കുക. എവിടെ മുതൽ എത്ര ലൊക്കേഷൻ, അതാണ് ബേസ് രജിസ്റ്റർ എന്ന് പറയുന്നത്. ഏത് ലൊക്കേഷൻ മുതൽ അറിയാൻ വേണ്ടിയിട്ടാണ്, എന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബേസ് രജിസ്റ്റർ. ഹോൾഡ്സ് ദ സ്മാളസ്റ്റ് ലീഗൽ ഫിസിക്കൽ അഡ്രസ്. ലിമിറ്റ് രജിസ്റ്റർ സ്പെസിഫൈസ് ദ സൈസ് ഓഫ് റേഞ്ച്. എത്ര റേഞ്ച് ആണ്, അത് മുതൽ എത്ര ലൊക്കേഷനാണ് ആ പ്രത്യേക പ്രോസസറിന് അലോട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ ബേസ് രജിസ്റ്ററും ലിമിറ്റ് രജിസ്റ്ററും ഉപയോഗിച്ചിട്ട് നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും ഓരോ പ്രോസസറിന് സെപ്പറേറ്റ് ലൊക്കേഷൻ അലോട്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ബേസ് രജിസ്റ്റർ, ലിമിറ്റ് രജിസ്റ്ററും ലോഡ് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഈ ബേസ് രജിസ്റ്റർ വാല്യൂയും ലിമിറ്റ് രജിസ്റ്റർ വാല്യൂയും തീരുമാനിക്കുന്നത് ചില സ്പെഷ്യൽ പ്രിവിലേജ് ഇൻസ്ട്രക്ഷൻ വഴി ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ പ്രിവിലേജ് ഇൻസ്ട്രക്ഷൻസ് യഥാർത്ഥത്തിൽ അത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കുക കേർണൽ മോഡിൽ മാത്രമേ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ CPU-ന്റെ കോറിന് മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ CPU-ന്റെ കേർണലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു പ്രധാന പ്രോഗ്രാം ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം എക്സിക്യൂട്ട് ചെയ്യുന്നത് കേർണൽ മോഡിലാണ്. അതായത് അതൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ. ആ ഏരിയയിലാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിസൈഡ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രമേ ബേസ് രജിസ്റ്ററും ലിമിറ്റ് രജിസ്റ്ററും ലോഡ് ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പോഴും ഈ സ്കീം ഉപയോഗിച്ച് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാത്രമേ, ലോഡ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാത്രമേ ഈ രജിസ്റ്റേഴ്സിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയും പ്രൊട്ടക്ഷൻ അതിനകത്ത് ഉണ്ടാകുന്നു. ആർക്കും കയറി ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള വാല്യൂസ് അതിനകത്ത് കൊടുക്കും, കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ യൂസറിന്റെ പ്രോഗ്രാമുകൾക്കൊന്നും രജിസ്റ്ററിന്റെ കണ്ടന്റ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള അനുവാദമില്ല എന്നർത്ഥം.
സാധാരണയായി ഒരു പ്രോസസ്സ് ഫിസിക്കലായിട്ടുള്ള മെമ്മറിയുടെ എവിടെയെങ്കിലും അലോട്ട് ചെയ്യുന്ന ഒരു ഏരിയയിൽ റിസൈഡ് ചെയ്യാറുണ്ട്. അത് 000 മുതൽ തുടങ്ങുന്ന അഡ്രസ് ആണ് മെമ്മറിക്കുള്ളത് നമുക്കറിയാം. അഡ്രസ് സ്പേസ് തുടങ്ങുന്നത് ഏതൊരു മെമ്മറിയുടെ സ്റ്റാർട്ടിംഗ് അഡ്രസ് എന്ന് പറയുന്നത് 0050 ആണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് യൂസറിന്റെ പ്രോഗ്രാമിന് 0 മുതലുള്ള അഡ്രസ്സുകൾ അലോട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. സാധാരണയായി ഒരു യൂസർ പ്രോഗ്രാം ലോഡ് ചെയ്യുന്നതിന് മുൻപായി ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. എല്ലാ കാര്യങ്ങളും നിർബന്ധമായി ചെയ്യണമെന്നില്ല, ചില കാര്യങ്ങൾ ഓപ്ഷനിലാണ്. അതായത് ഒരു പ്രോഗ്രാം ലോഡ് ചെയ്യുന്നതിന് മുൻപായി അതിനുള്ള ചില സജ്ജീകരണങ്ങൾ ആദ്യം നടത്തേണ്ടതായി വരും. എവിടേക്ക് ലോഡ് ചെയ്യണം, അല്ലെ, എങ്ങനെ ലോഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ. അഡ്രസ്സസ്, ആ ലോഡ് ചെയ്യാനായിട്ടുള്ള അഡ്രസ്സസ് പല തരത്തിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് കഴിയും. ഒരു തരം അഡ്രസ്സിങ് മാത്രമല്ല ഉപയോഗിക്കുന്നത്. അതായത് എവിടേക്ക് ലോഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഒരു തരത്തിൽ മാത്രമല്ല, പല തരത്തിൽ നമുക്ക് തീരുമാനിക്കാം. നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിയുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് ഇപ്പോൾ ഒരു അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം എഴുതുന്നു മൈക്രോ പ്രോസസറിനകത്ത്, അതിനകത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു അഡ്രസ് എന്ന് പറയുന്നത് സിംബോളിക്കാണ്. ഇപ്പം മൂവ് AX,0010 ഒരു മെമ്മറി അഡ്രസ് കൊടുത്തു. AXലെ കണ്ടന്റ് ഒരു മെമ്മറിയിലേക്ക് മൂവ് ചെയ്യുക, അതൊരു സിംബോളിക് അഡ്രസ്സാണ്. കമ്പൈലർ ചെയ്യുന്നത് ഈ സിംബോളിക് അഡ്രസ്സിനെ റീലൊക്കേറ്റബിൾ അഡ്രസ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. റീലൊക്കേറ്റബിൾ അഡ്രസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ലൊക്കേഷൻ മാറ്റാൻ പറ്റുന്ന, റീലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന. ഇന്നിപ്പോൾ 100 എന്ന് പറയുന്ന ലൊക്കേഷനിൽ ലോഡ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം, സെയിം പ്രോഗ്രാം തന്നെ എനിക്ക് 200ലേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. എല്ലാ പ്രോഗ്രാം അങ്ങനെ പറ്റണമെന്നില്ല. അവിടെ കമ്പൈലറിന്റെ ഉത്തരവാദിത്വമാണ് എവിടെ എടുത്തു വയ്ക്കണം, എവിടെ ഫ്രീ ആയിട്ട് സ്ഥലമുണ്ട് അവിടത്തേക്ക് കൊടുക്കുക, ആ അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യുക എന്ന് തീരുമാനിക്കുന്നത് കമ്പൈലറാണ്. ലിങ്കർ ആൻഡ് ലോഡർ എന്ന് പറയുന്ന രണ്ട് സാധനങ്ങൾ അല്ലേ. നമ്മൾ അസംബ്ലർ കേട്ടിട്ടുണ്ട്, കമ്പൈലറും കേട്ടിട്ടുണ്ട്. ലിങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് പല മോഡ്യൂളായിട്ടാണ്, പല കുഞ്ഞു പ്രോഗ്രാമുകളായിട്ടാണ് നിർമ്മിച്ചിരിക്കുക. ആ പ്രോഗ്രാമുകളും ലൈബ്രറിയിലുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസും ഒക്കെ ചേർത്ത് ലിങ്ക് ചെയ്യുന്ന പ്രക്രിയ ചെയ്യുന്ന ആളാണ് ലിങ്കർ. ലോഡർ എന്ന് പറയുന്നത് ആ ലിങ്ക് ചെയ്ത ഒറ്റ സിംഗിൾ പ്രോഗ്രാമിനെ ഫ്രീ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോട്ട് ചെയ്യുന്ന ഒരു ഏരിയയിലേക്ക് എടുത്തു വയ്ക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ് ലോഡർ നിർവഹിക്കുക. അപ്പോൾ ലിങ്കറും ലോഡറും ബൈൻഡ് ചെയ്യുന്നത് ഈ റീലൊക്കേറ്റബിൾ അഡ്രസ്സിനെ ഒരു അബ്സല്യൂട്ട് അഡ്രസ്സിലേക്ക് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്ന സിംബോളിക് അഡ്രസ്സിനെ കമ്പൈലർ റീലൊക്കേറ്റബിൾ അഡ്രസ്സായിട്ട് ഇഷ്ടമുള്ള ഏരിയയിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു അഡ്രസ്സായിട്ട് കൺവേർട്ട് ചെയ്യുകയും ലിങ്കറും ലോഡറും അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു അബ്സല്യൂട്ട് അഡ്രസ്സിലേക്ക് ഇതിനെടുത്തു വയ്ക്കുകയും ചെയ്യും. ഓരോ ബൈൻഡിങ്ങും എന്ന് പറയുന്നത് ഒരു മാപ്പിംഗ് ആണ്. അതായത് ഒരു അഡ്രസ് സ്പേസിൽ നിന്ന് വേറൊരു അഡ്രസ് സ്പേസിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് ഒരു ബൈൻഡിങ് എന്ന് പറയുന്നത്. അതായത് പ്രോഗ്രാമിനകത്ത് പറയുന്നു 100 എന്ന് പറയുന്ന അഡ്രസ് മുതലാണ് ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കമ്പൈലർ പറയുന്നു റീലൊക്കേറ്റബിൾ ആണ്, ഇഷ്ടമുള്ള വേറൊരു അഡ്രസ്സിലേക്ക് എടുത്തു വയ്ക്കുക എന്ന് പറയുന്നു. ലിങ്കർ പറയുന്നു ഈ 100 എന്ന് പറയുന്ന അഡ്രസ് 100 മുതൽ 150 വരെയുള്ള 50 ലൈനുള്ള ഒരു പ്രോഗ്രാം വിചാരിക്കുക. അപ്പൊ ലിങ്ക് ചെയ്യുന്ന ആൾ പറയുന്നു ഇപ്പൊ അവൈലബിൾ ആയിട്ട് 500 എന്ന് പറയുന്ന ലൊക്കേഷനിൽ, സോ നിങ്ങൾക്ക് 500 മുതൽ 550 വരെയുള്ള ലൊക്കേഷൻ അലോട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു മാപ്പിംഗ് വരുന്നു. 100 മുതൽ 150 വരെ സ്റ്റോർ ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷനിലെ പ്രോഗ്രാമിനെ 500 മുതൽ 550 വരെ എടുത്തു വയ്ക്കുന്നു. ചില മാപ്പിംഗ് ചെയ്യണം. 100 500 ആവണം, 101 501 ആവണം. അതിനെ ഒരു മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ബൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മാപ്പിംഗ് ഫ്രം ഒരു അഡ്രസ് സ്പേസിൽ നിന്ന് വേറൊരു അഡ്രസ് സ്പേസിലേക്കുള്ള ഒരു മാപ്പിംഗ് ആണ് ബൈൻഡിങ് എന്ന് പറയുക. ഇനി അതിൽ തന്നെ പലതരം ബൈൻഡിങ് ഉണ്ട്. കമ്പൈൽ ടൈം ബൈൻഡിങ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബൈൻഡിങ് ഓഫ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ടു മെമ്മറി അഡ്രസ് ക്യാൻ ബി ഡൺ ഇൻ എനി സ്റ്റെപ്പ് അലോങ് ദ വേ. അതിൽ ഒന്നാമത്തെ രീതിയാണ് കമ്പൈൽ ടൈം. If you know at a compile time where the process reside in memory, then absolute code can be generated. അപ്പോൾ കമ്പൈൽ ടൈം സ്വാഭാവികമായിട്ടും ജനറേറ്റ് ചെയ്യുന്നത് അബ്സല്യൂട്ട് ആയിട്ടുള്ള കോഡാണ്. ഉദാഹരണമായി യൂസർ പ്രോസസ് ഒരു R എന്ന് പറയുന്ന ലൊക്കേഷൻ മുതൽ റിസൈഡ് ചെയ്യണം എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ജനറേറ്റഡ് കമ്പൈലർ കോഡ് വിൽ സ്റ്റാർട്ട് അറ്റ് ദ ലൊക്കേഷൻ ആൻഡ് എക്സ്റ്റെൻഡ് അപ്പ് ഫ്രം there. R എന്ന് പറയുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് റീലൊക്കേറ്റബിൾ അഡ്രസ്, അതായത് ഒരു ഫിക്സഡ് അഡ്രസ് അല്ല, ഇഷ്ടമുള്ള അഡ്രസ്സിലേക്ക് നമുക്ക് എടുത്തു വയ്ക്കാം. പക്ഷെ അവിടെ മുതൽ എനിക്ക് ഇത്രയും ലൊക്കേഷൻ വേണം.
അപ്പോൾ ഇതാണ് ഒരു അബ്സല്യൂട്ട് അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഒരു കമ്പൈൽ ടൈമിൽ നമുക്കൊരു അബ്സല്യൂട്ട് കോഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. സോ അങ്ങനെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഞാനിപ്പം കമ്പൈൽ ചെയ്തപ്പോൾ ഇപ്പം അവൈലബിൾ ആയിട്ട് 500 എന്ന് പറയുന്ന ലൊക്കേഷൻ കിട്ടി, അബ്സല്യൂട്ട് ഒരു അഡ്രസ് കിട്ടി. അതിലേക്ക് ഞാൻ എൻ്റെ പ്രോഗ്രാം എടുത്തു 500 മുതൽ 550 വരെ. സപ്പോസ് കുറച്ചു നേരം കഴിയുമ്പോൾ എനിക്ക് ഈ ലൊക്കേഷൻ എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്ന് വയ്ക്കുക. എനിക്ക് ഈ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണം, വേറൊരു ആവശ്യത്തിനായിട്ട് ഈ ലൊക്കേഷൻ എനിക്ക് ഫ്രീ ആക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ 500 എന്ന് പറയുന്നതിനടുത്ത് 800 850 എനിക്ക് മാറ്റാം. അതാണ് റീലൊക്കേഷനിങ്, റീലൊക്കേറ്റിംഗ് അല്ലേ. ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ ലൊക്കേഷൻ, സ്റ്റാർട്ട് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഓൾറെഡി കമ്പൈൽ ചെയ്ത പ്രോഗ്രാം ഈ 500 എന്ന് പറയുന്ന ലൊക്കേഷനിൽ മാത്രമേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആ കമ്പൈൽ ചെയ്ത സമയത്ത് ഒരു അബ്സല്യൂട്ട് കോഡ് ജനറേറ്റ് ചെയ്തു. ആ കോഡിൽ പറയുന്നുണ്ട് 500 മുതൽ 550 വരെ വരും. എനിക്കത് 800ലേക്ക് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ഒന്നുകൂടെ കമ്പൈൽ ചെയ്യണം. കോഡിനെ കമ്പൈൽ ചെയ്തപ്പോൾ എനിക്ക് പുതിയൊരു അഡ്രസ്സിലേക്ക് അത് ചേഞ്ച് ചെയ്ത് കിട്ടുമെന്ന് കാണും. ഇനി ലോഡ് ടൈം ആൻഡ് എക്സിക്യൂഷൻ ടൈമിലാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് നോൺ അറ്റ് ദ കമ്പൈൽ ടൈം, നിങ്ങൾക്ക് അഡ്രസ് എവിടേക്കാണ് എടുത്തു വയ്ക്കണമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല, കമ്പൈൽ ചെയ്ത സമയത്ത് പറയാൻ പറ്റുന്നില്ല. ഈ പ്രോഗ്രാമിനെ മെമ്മറിയിൽ എവിടെ വയ്ക്കാനായിട്ട് എനിക്ക് പറ്റും എന്ന് പറയാനായിട്ട് കഴിയാതിരിക്കുമ്പോൾ അത്തരം സാഹചര്യത്തിൽ കമ്പൈലർ എന്ത് ചെയ്യണം? ഒരു റീലൊക്കേറ്റബിൾ കോഡ് അലോട്ട് ചെയ്യുന്നു. സോ അപ്പോഴവിടെയാണെങ്കിൽ ഫൈനൽ ബൈൻഡിങ് ഈസ് ഡിലൈഡ് അണ്ടിൽ ലോഡ് ടൈം. ലോഡ് ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇത് എവിടേക്കാണ് പോകുന്നത്. നമ്മൾ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കും. ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് സീറ്റ് ഏതാണെന്ന് അലോട്ട് ചെയ്യാൻ അറിയത്തില്ല. അത് റീലൊക്കേറ്റബിൾ കോഡെന്ന് ഞാൻ പറയും. നിങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അവിടെ ചെന്നിട്ട് സീറ്റ് അലോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. ഈ ടിക്കറ്റൊക്കെ കാണിച്ചകത്ത് കയറിയിട്ട് ബോർഡിംഗ് പാസ് എന്ന് പറയും. ആ ബോർഡിംഗ് പാസ് കിട്ടുമ്പോഴാണ് അതിനകത്താണ് അലോട്ട് ചെയ്യുന്നത് എവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. അപ്പം ടിക്കറ്റ് എടുക്കുന്ന സമയത്തല്ല. എന്നാൽ തിരിച്ച് അതിനെ ഞാൻ പറയും റീലൊക്കേറ്റബിൾ ആണ്. ഈ അബ്സല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേയിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്യുക വിത്ത് സീറ്റ് നമ്പർ ആയിട്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സ്ലീപ്പർ ക്ലാസ് S1 5 എന്ന് പറഞ്ഞാൽ 5th സീറ്റാണ് എനിക്ക് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റ് എന്നാണ്. അപ്പോൾ ഒരിടത്ത് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് സീറ്റ് റിസർവ് ചെയ്യുന്നു, അതിനെ നമ്മൾ അബ്സല്യൂട്ട് എന്ന് പറയുന്നു. വേറെ എടുത്ത് അപ്പോൾ തീരുമാനിക്കുന്നില്ല, പിന്നെ തീരുമാനിക്കുന്നു ഇറ്റ് ഡിസൈഡ് ലേറ്റർ. അതിന് ലോഡ് ടൈമിൽ നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ അതിന് റീലൊക്കേറ്റബിൾ കോഡ് എന്ന് പറയും. അത് വളരെ എളുപ്പമായി. ഇപ്പം സ്റ്റാർട്ടിംഗ് കോഡ് മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ, പിന്നെ നമുക്ക് ലിമിറ്റ് ലിസ്റ്റ് മാറ്റിയാൽ മാത്രം മതി അല്ലേ. അപ്പോഴങ്ങനെ ചേഞ്ച് വരുത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയല്ല ഇവിടെ. അപ്പോൾ ഇഫ് എ പ്രോസസ് ക്യാൻ ബി മൂവ്ഡ് ഡ്യൂറിങ് ഇറ്റ്സ് എക്സിക്യൂഷൻ ഫ്രം വൺ മെമ്മറി സെഗ്മെന്റ് ടു അനദർ, ദെൻ ബൈൻഡിങ് മസ്റ്റ് ബി ഡിലൈഡ് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബൈൻഡിങ് ഡിലേ ചെയ്യപ്പെടുന്നു. എക്സിക്യൂഷൻ ടൈമിലാണ് ഈ പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിൽ ബൈൻഡിങ്ങിന് ഈ ഒരു അഡ്രസ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ളൊരു സമയം അവിടെ നഷ്ടപ്പെടും എന്ന് കാണും, അല്ലെങ്കിൽ അതിന് വേണ്ടി വരും എന്ന് കാണും. സോ ഇതിനു വേണ്ടി നമുക്ക് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്ത ഹാർഡ്വെയർ ഉണ്ടാകണം. റീലൊക്കേറ്റബിൾ കോഡാണ് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട്. സാധാരണ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഫോളോ ചെയ്യുന്നത് ഈ റീലൊക്കേറ്റബിൾ കോഡ് തന്നെയാണ്. കാരണം നമുക്ക് ഫിക്സഡ് ആയിട്ട് ഒരു മെമ്മറി ലൊക്കേഷൻ അലോട്ട് ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമല്ല എല്ലാ സമയത്തും. ലോജിക്കലും ഫിസിക്കൽ അഡ്രസ് തമ്മിലുള്ള വ്യത്യാസം എന്താ നോക്കാം. ഒരു അഡ്രസ് CP ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ പറയുന്നതാണ് ലോജിക്കൽ അഡ്രസ്. CP ജനറേറ്റ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് ലോജിക്കൽ. ലോജിക്കലി ഇതാണ്, അതായത് അഡ്രസ് ബൈ ദ മെമ്മറി യൂണിറ്റ് ദാറ്റ് ഈസ് വൺ ലോഡഡ് ഇൻ ടു മെമ്മറി അഡ്രസ് രജിസ്റ്റർ. MAR എന്ന് പറയുന്ന മെമ്മറി അഡ്രസ് രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യുന്ന ഒരു അഡ്രസ്സാണ് ഈ ലോജിക്കൽ അഡ്രസ്. So, ഈ ലോജിക്കൽ അഡ്രസ് കോമൺലി റെഫേർഡ് ആസ് ഫിസിക്കൽ അഡ്രസ് എന്ന് നമ്മൾ റെഫർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ബൈൻഡിങ് എന്ന് പറയുന്നത് അഡ്രസ് ഐദർ കമ്പൈൽ ഓർ ലോഡ് ടൈം ആയിരിക്കാം. ലോജിക്കൽ ആണെങ്കിലും ഫിസിക്കൽ അഡ്രസ് ആണെങ്കിലും അത് പ്രാവർത്തികമാക്കാം. ഇവ തമ്മിൽ വ്യത്യാസം എന്തെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു തിയേറ്ററിൽ പോയി നിങ്ങൾ സിനിമ കാണുന്നു, നിങ്ങൾ കിട്ടിയ സീറ്റ് 50ാമത്തെ സീറ്റാന്ന് വിചാരിക്കുക. അപ്പൊ 50ാമത്തെ സീറ്റ് എന്ന് പറയുന്ന ആ നമ്പറാണ് ലോജിക്കൽ. ഫിസിക്കലി അത് ഫ്രണ്ടിൽ നിന്ന് 5ാമത്തെ റോയിലായിരിക്കും അല്ലെ.
ഏറ്റവും ഫ്രണ്ടിലെ 5ാമത്തെ റോയിലായിരിക്കും. ചിലപ്പോൾ 45 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെയും പുറകിലായിരിക്കാം, നമ്പറിങ് ഇടുന്ന വ്യത്യാസം അനുസരിച്ച്. അതായത് നമുക്ക് അത് തീരുമാനിക്കാൻ പറ്റത്തില്ല. ഫിസിക്കലായിട്ട് ചിലപ്പോൾ ഫ്രണ്ടിൽ നിന്നും ഏറ്റവും അടുത്തുള്ള സീറ്റ് വേറൊരു നമ്പർ സീറ്റ് ആയിരിക്കും, നമുക്കറിയത്തില്ല. എവിടെ നിന്നാണ് നമ്പറിങ് തുടങ്ങുന്നത്, ഏത് പാറ്റേണിലാണ് ഇടുന്നത്, അതിനനുസരിച്ചായിരിക്കും വ്യത്യസ്തത ഉണ്ടാകുക. Execution time address, execution time address binding scheme result in differing logical and physical address. എക്സിക്യൂഷൻ ടൈമിൽ നടത്തുന്ന അഡ്രസ് ബൈൻഡിങ് ആണെങ്കിൽ ലോജിക്കൽ ഫിസിക്കൽ അഡ്രസ് തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ചില കേസിൽ ഇത് രണ്ടും ഒന്നാവാം അല്ലെ. ചിലപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺലി ചിലപ്പോൾ ലോജിക്കൽ അഡ്രസ്സും ഫിസിക്കൽ അഡ്രസ്സും ഒന്നാകാനായിട്ട് ചാൻസ് ഉണ്ട്. ലോജിക്കലിൽ പറയുന്ന 50, ഫിസിക്കലായിട്ട് അത് 50 തന്നെ ആയിരിക്കും. ഇപ്പോൾ ഒരു ക്യൂ എടുത്തു കഴിഞ്ഞാൽ 50ാമത്തെ ആളെന്ന് പറയുന്നത് ഫ്രണ്ടിലെന്ന് 50ാമത്തെ ആൾ തന്നെ ആയിരിക്കും. പക്ഷെ ഫിസിക്കൽ അത് ചിലയിടത്ത് അങ്ങനെ ആവണമെന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ സിനിമാ തിയേറ്ററിലെ സീറ്റിങ്ങിന് ഇപ്പോൾ 1 എന്ന് പറയുന്നത് 1, 2, 3 എന്ന് പാരലായിട്ടാണ്, ഹൊറിസോണ്ടലാണ് സീറ്റ് നമ്പർ ഇട്ട് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ സപ്പോസ് നിങ്ങൾ വിചാരിക്കുക അവിടെ ഇട്ടേക്കുന്ന നമ്പർ സീറ്റ് നമ്പർ വെർട്ടിക്കൽ എന്ന് വിചാരിക്കുക. 1ാമത്തെ ആള് ഏറ്റവും ഫ്രണ്ടിൽ, അതിന്റെ പുറകിൽ 2, 3, 4, 5 അങ്ങ് പുറകേറ്റം വരെ പോയിട്ട് വീണ്ടും തിരിച്ച് ഫ്രണ്ടിലേക്ക് 50 കഴിഞ്ഞാൽ 51, 52, 53 എന്ന് ഫ്രണ്ടിലേക്ക് നമ്പർ ഇട്ട് വരുന്നത് വിചാരിക്കാം. അങ്ങനെ വരുമ്പോൾ 100 എന്ന് പറയുന്നത് വീണ്ടും ഏറ്റവും ഫ്രണ്ടിലായി, പിന്നെ 101 അതിന്റെ വലതുവശത്തായി, അവിടെ നിന്ന് വീണ്ടും പുറകിലേക്ക് നമ്പർ ഇട്ട് പോകുന്നത് വിചാരിക്കും. അത്തരത്തിലുള്ള ഒരു 6 നമ്പറിങ് ആണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് 101 എന്ന് പറയുമ്പോൾ ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റായി, ഫിസിക്കലി ക്ലോസ് ടു ദി കർട്ടൻ അല്ലെ. പക്ഷെ 101 കേൾക്കാൻ നമ്മൾ വിചാരിക്കും വളരെ പുറകിലാണ് പോകുന്നത് വിചാരിക്കും. ഈ റെസിഡൻഷ്യൽ ഏരിയയിലൊക്കെ കയറി കഴിഞ്ഞാൽ വീട്ട് നമ്പർ പോലെ ചില റെസിഡൻഷ്യൽ അസോസിയേഷൻ ഏരിയയിൽ വീട്ട് നമ്പർ ഇട്ടിരിക്കുന്നത് അങ്ങനെ കാണാനായിട്ട് കഴിയും. ഇടതുവശത്ത് തന്നെ 1, 2, 3 എന്ന് ഇട്ട് പോകുന്നു. റെസിഡൻഷ്യൽ അസോസിയേഷന്റെ ഏരിയ എൻഡ് ചെയ്യുന്നിടത്ത് എത്തിയിട്ട് വീണ്ടും മറ്റേ സൈഡ് വഴിക്ക് തിരിച്ച് നമ്പർ ഇട്ട് കയറി വരുന്നു. അപ്പോൾ നമ്മൾ 1 തൊട്ട് 50 വരെ ഇടതുവശത്ത്, 51 തൊട്ട് 100 വരെ വലതുവശത്ത് അല്ലേ. 95 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കലി 95 എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഏറ്റവും പുറകിലാണ്. നല്ല 95 എന്ന് പറയുന്നത് ഫ്രണ്ടിലെ 5ാമത്തെ വീടാണ് വലതുവശത്തെ. അപ്പോൾ ഇതാണ് ലോജിക്കൽ ഫിസിക്കൽ അഡ്രസ് തമ്മിലുള്ള ഒരു കോറിലേഷൻ എന്ന് പറയുക. വി യൂഷ്വലി റെഫർ ലോജിക്കൽ അഡ്രസ് ആസ് എ വെർച്വൽ അഡ്രസ്. ലോജിക്കൽ അഡ്രസ്സിന് നമ്മൾ വെർച്വൽ അഡ്രസ് എന്ന് പറയുന്നത്. അത് ഫിസിക്കലായിട്ട് നമുക്ക് മെമ്മറിയിൽ കാണാൻ കഴിയുന്നതല്ല, മെമ്മറിയുടെ അഡ്രസ് അല്ല. ഫിസിക്കലായിട്ട് മെമ്മറിക്ക് കൊടുത്തിരിക്കുന്ന അസൈൻ ചെയ്തിരിക്കുന്ന അഡ്രസ്സാണ് മെമ്മറി അല്ലെ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു വെർച്വൽ അഡ്രസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. സെറ്റ് ഓഫ് ഓൾ ലോജിക്കൽ അഡ്രസ് ജനറേറ്റ് ബൈ പ്രോഗ്രാം ഈസ് ലോജിക്കൽ അഡ്രസ് സ്പേസ് ആവും അല്ലെ. ഒരു കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന ലോജിക്കൽ അഡ്രസ് ഒക്കെ ചേർത്ത് ഒരു ബഞ്ചാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയാം. അതുപോലെ തന്നെ ഫിസിക്കൽ അഡ്രസ് എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ് സ്പേസ് ആയിട്ട് മാറുന്നു. അപ്പോൾ ഇത് രണ്ടും എക്സിക്യൂഷൻ ടൈം അഡ്രസ്സിംഗ് ബൈൻഡിങ് സ്കീമിൽ ഇത് രണ്ടായിരിക്കും. അതായത് എക്സിക്യൂഷൻ ടൈമിലാണ് അഡ്രസ് തീരുമാനിക്കുന്ന സ്കീമാണ്. എക്സിക്യൂഷൻ ടൈമിലാണ് എവിടേക്ക് ലോഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള കമ്പ്യൂട്ടറുകളിൽ ഇത് രണ്ടായിരിക്കും. അല്ലാത്തടത്ത് ഒന്നായിരിക്കും എന്നാണ് അർത്ഥം. The runtime mapping from virtual to physical address is done by hardware device called memory management unit ആണ്. ഈ വെർച്വൽ ആയിട്ടുള്ള ലോജിക്കൽ അഡ്രസ്സിൽ നിന്നും ഫിസിക്കൽ അഡ്രസ്സിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നടത്തുക. പിക്ചറിൽ അത് കാണാനായിട്ട് കഴിയും. CPU ഉണ്ട്, ലോജിക്കൽ അഡ്രസ് CPU കൊടുക്കുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ്സാണ് ലോജിക്കൽ അഡ്രസ്. അത് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് അതിനെ ഫിസിക്കൽ അഡ്രസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ അഡ്രസ് ഉപയോഗിച്ചിട്ടാണ് ഫിസിക്കൽ മെമ്മറിയെ ആക്സസ് ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് എന്താണ് ഈ കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ എന്ന് നോക്കാം. മെമ്മറി സാധാരണ 2 പാർട്ടീഷൻസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. ഒന്ന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയ, മറ്റൊന്ന് യൂസറിന്റെ പ്രോഗ്രാം സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഏരിയ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് 2 തരത്തിൽ, ചിലപ്പോൾ മെമ്മറിയുടെ തുടക്കം മുതൽ ആയിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുക, ചിലപ്പോൾ മെമ്മറിയുടെ ഏറ്റവും അവസാനത്തെ എൻഡിലായിരിക്കും, ഹൈ മെമ്മറി അഡ്രസ്സിലേക്കായിരിക്കും. ചിലപ്പോൾ 000 മുതലായിരിക്കും നമ്മൾ ലോഡ് ചെയ്ത് വരിക, അല്ലെങ്കിൽ മറ്റേ എക്സ്ട്രീം എൻഡിലേക്കായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുക. ഈ ഡിസിഷൻ എന്ന് പറയുന്നത് പല ഫാക്ടറിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എവിടെയാണ് ലോഡ് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ലൊക്കേഷൻ ഇന്റർപ്റ്റ് വെക്ടറിന്റെ ലൊക്കേഷനൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ ഒരു തീരുമാനം ഉണ്ടാകുക. നമുക്ക് തന്നെ അറിയാം, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം മെമ്മറിയിൽ ഒരേ സമയം ഒന്നിലധികം പ്രോസസ്സുകൾ ഉണ്ടാവും. കാരണം നമ്മളിപ്പോൾ പാട്ട് കേട്ടോണ്ട് ഒരു വേർഡ് പ്രോഗ്രാം എഡിറ്റ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ മൊബൈലിനകത്ത് ഒരേ സമയം എന്തൊക്കെ സാധനങ്ങളാണ്
ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം പല പ്രോഗ്രാമുകൾ ഒരേ സമയം വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് അവൈലബിൾ മെമ്മറിയിലേക്ക് ഈ പ്രോസസ്സുകൾ അലോട്ട് ചെയ്യുന്നത്? എല്ലാ പ്രോസസ്സും നമുക്ക് റിക്വസ്റ്റ് വന്ന ഉടനെ തന്നെ അലോട്ട് ചെയ്യാൻ പറ്റുന്ന നിർബന്ധമല്ല. ചിലപ്പോഴൊക്കെ മെമ്മറി ഇല്ല, അല്ലെ, മെമ്മറി സ്പേസ് ഇല്ല, ആവശ്യത്തിനില്ല എന്നുള്ള മെസ്സേജ് കിട്ടും. അതായത് അലോട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല, മെമ്മറി പാക്ഡ് ആണ്, വെയിറ്റ് ചെയ്യാനായിട്ട് വരും. കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷൻ, ഈച്ച് പ്രോസസ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ സിംഗിൾ സെഷൻ ഓഫ് മെമ്മറി, അല്ലെ. കണ്ടിന്യൂസ് മെമ്മറി അലോക്കേഷനകത്ത് ഒരു സെഷനകത്ത്, അല്ലെ, ഓരോ പ്രോസസർ, ഒരു സെഷനകത്ത് ഒരു പ്രോസസ്. അപ്പോഴങ്ങനെ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. കണ്ടിന്യൂസ് എന്നുള്ള വാക്കിന് നിങ്ങൾ വേണമെങ്കിൽ കണ്ടിന്യൂസ് എന്ന് പറയുന്ന ഒരു അർത്ഥം കൊടുക്കാനും സാധിക്കും ഇവിടെ. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ലൊക്കേഷനിലേക്ക്, അല്ലെ, സെക്ഷനുകളിലേക്ക് നമുക്ക് പ്രോഗ്രാമിനെ അലോട്ട് ചെയ്യാനായിട്ട് കഴിയും. ഇനി എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെമ്മറി ഒറ്റ ബഞ്ചായിട്ട് കിടക്കുന്നു. ഒരു സെക്ഷനായിട്ട് മെമ്മറി, ടോട്ടൽ മെമ്മറിയെ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പല ഫ്രാഗ്മെന്റുകളായിട്ട്, പല പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയും അതിനുള്ളിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് പ്രോഗ്രാമുകൾക്ക് ലൊക്കേഷൻ അലോട്ട് ചെയ്യുകയും ചെയ്യുന്നതായിട്ട് നമ്മളത് സങ്കല്പിക്കുക. ഈ വേരിയബിൾ പാർട്ടീഷൻ സ്കീമിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കീപ്സ് എ ടേബിൾ ഇൻഡിക്കേറ്റിംഗ് വിച്ച് പാർട്ട് ഓഫ് മെമ്മറി ആർ അവൈലബിൾ ആൻഡ് വിച്ച് ആർ ഓക്യുപ്പൈഡ്. അപ്പോൾ യഥാർത്ഥത്തിൽ വേരിയബിൾ പാർട്ടീഷൻ സ്കീമിനകത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ടേബിൾ കീപ്പ് ചെയ്യും. ആ ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഏതൊക്കെ സീറ്റാണ് വേക്കന്റ്, ഏതൊക്കെ സീറ്റാണ്, അല്ലെ, ഓക്യുപ്പൈ. ഈ ഒരു അറിവ് ഉണ്ടാവണം, എന്നാൽ മാത്രമേ അലോക്കേഷൻ എളുപ്പമാവത്തുള്ളൂ. കല്യാണത്തിനൊക്കെ സദ്യ വിളമ്പുന്ന സമയത്ത് നമുക്കറിയാം ഇടയിലിടയിൽ ചില സീറ്റുകൾ വേക്കന്റ് ആയിട്ടുണ്ട് ആൾക്കാർ. അപ്പോഴത് കണ്ടുപിടിച്ച്, അല്ലെ, അവിടെ നിൽക്കുന്ന ആൾക്കാർ അതിനെ അലോട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ അലോട്ട് ചെയ്യണമെങ്കിൽ അവരുടെ കയ്യിലൊരു ഇൻഫർമേഷൻ വേണം, ഏതൊക്കെയാണ് ഫ്രീ, ഏതൊക്കെയാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. തുടക്കത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മുഴുവൻ മെമ്മറി, ഒരു കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് തുടങ്ങുമ്പോൾ കമ്പ്യൂട്ടറിന്റെ മുഴുവൻ മെമ്മറിയും ഫ്രീ ആണ്. പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്യുന്നു കുറെ ലൊക്കേഷനിൽ, അല്ലെ. ഓൾ മെമ്മറി ഈസ് അവൈലബിൾ ഫോർ യൂസർ പ്രോസസ് ആൻഡ് ഈസ് കൺസിഡർഡ് ആസ് വൺ ലാർജ് ബ്ലോക്ക് ഓഫ് മെമ്മറി. അപ്പോൾ തുടക്കത്തിൽ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള മുഴുവൻ ഏരിയയിൽ നമുക്ക് യൂസറിന്റെ പ്രോഗ്രാം എടുത്തു വയ്ക്കാനായിട്ട് കഴിയും. അപ്പോൾ തുടക്ക സമയത്ത് അത്രയും യൂസർ ഏരിയ ഫ്രീ ആണ്. ഈ ഫ്രീ ആയിട്ടുള്ള യൂസർ ഏരിയ നമ്മൾ പറയുന്ന വാക്കാണ് ഹോൾ. പരീക്ഷയ്ക്ക് ചോദിക്കാം, HOLE, അല്ലെ, അൺഅലോക്കേറ്റഡ് മെമ്മറി ലൊക്കേഷൻ. സോ മെമ്മറിയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിയുമ്പോൾ പ്രോഗ്രാമുകൾക്കായിട്ട് അലോട്ട് ചെയ്ത് കഴിയും, കുറെ ഏരിയ പ്രോഗ്രാമിന് അലോട്ട് ചെയ്ത് കഴിയും. അങ്ങനെ വരുമ്പോൾ പല സൈസിലുള്ള ഫ്രീ ഏരിയകൾ ഇടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമുക്കത് ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. തുടക്ക സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കഴിഞ്ഞിട്ട് ഇത്രയും ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ ഒരു പ്രോസസ് 5, പ്രോസസ് 8, പ്രോസസ് 2 ലോഡ് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ പ്രോസസ് 8 എക്സിറ്റ് ചെയ്തു. പ്രോസസ് 8 കംപ്ലീറ്റ് ചെയ്തു ഇറ്റ്സ് എക്സിക്യൂഷൻ. അപ്പോൾ നീല കളറിൽ ഇത്രയും ഏരിയ ഫ്രീ ആയി, അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ 9 എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വന്നു. അതിന് ഈ ബ്ലൂ ഏരിയയിൽ കുറച്ച് അലോട്ട് ചെയ്തു, വീണ്ടും ഇത്രയും ഫ്രീ ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ 9 കഴിഞ്ഞിട്ട് 5 ഫ്രീ ആയി. അപ്പോൾ ഇവിടെ 2 നീല, അല്ലെ, നീല ലൊക്കേഷൻ എന്ന് പറയുന്ന ഹോളിനെ റെപ്രസെന്റ് ചെയ്യുന്നു, ഫ്രീ ആയിട്ടുള്ള ലൊക്കേഷൻ. ഇങ്ങനെ ഇതിപ്പം ആകെ 5-6 പ്രോസസ്സേ ഇപ്പൊ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇങ്ങനെ പോയി ഒരു അരമണിക്കൂർ നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. ഈ മെമ്മറിയുടെ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിലുള്ള നീല ഹോളുകൾ ഉണ്ടാവും. കാരണം ഇത് വേരിയബിൾ സൈസ് മെമ്മറിയിലെ പാർട്ടീഷനാണ്. അതായത് പല പ്രോഗ്രാം നമുക്ക് ലോഡ് ചെയ്യാനായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്ന പല സൈസിലാണ്, നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സിനകത്ത് ഇത്തരത്തിലുള്ള ഹോൾസ് ഒത്തിരി ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ പ്രോസസ്സുകൾ ഓരോന്നായിട്ട് നമുക്ക് മെമ്മറിക്കകത്ത് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ മെമ്മറി റിക്വയർമെന്റ് ഓഫ് ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസറിന് എത്ര മെമ്മറി വേണം, ഇതുണ്ടെങ്കിൽ മാത്രമേ, ഇത് അറിഞ്ഞാൽ മാത്രമേ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്മറി സ്പേസിനെ പറ്റിയും ഉള്ള അറിവുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രോസസ്സുകൾക്ക്
സ്ഥലം അലോട്ട് ചെയ്യാനായിട്ട് കഴിയും. ഞാൻ തൊട്ടു മുമ്പിൽ കാണിച്ച പിക്ചർ നിങ്ങളുടെ മനസ്സിൽ നിൽക്കണം. ഇപ്പോൾ പ്രോഗ്രാം പല പ്രോഗ്രാമുകൾ എക്സിക്യൂട്ട് ചെയ്തു വരുമ്പോൾ ചെറിയ ചെറിയ ഫ്രീ സ്പേസുകൾ ഓരോ പ്രോഗ്രാമിനിടയിൽ ഉണ്ടാകും, അതായത് ഹോൾസ് ഉണ്ടാകും. When a processor is allocated space, it is loaded into memory. ഒരു പ്രോസസറിന് സ്പേസ് അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം where it can be then compete for CPU time. ഒരു പ്രോഗ്രാമിനെ നമ്മൾ മെയിൻ മെമ്മറിക്കകത്ത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനർത്ഥം നൗ ഇറ്റ് ഈസ് റെഡി ഫോർ എക്സിക്യൂഷൻ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് CPU-നോട് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുക എന്നുള്ളതാണ്. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണല്ലോ അതിനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യുക, അല്ലേ? പിന്നെ പ്രോസസർ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴെന്ത് ചെയ്യും? ഈ അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി ഏരിയ റിലീസ് ചെയ്യും, അത് ഹോളായി മാറും. അങ്ങനെ അത് റിലീസ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വേറൊരാൾക്ക് ഇത് അലോട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല, അല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് പ്ലേറ്റുകൾ കഴുകി മാറ്റിയില്ല എങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് പ്ലേറ്റ് കിട്ടത്തില്ല. അപ്പോഴതാണ് അവിടെ നടക്കുന്ന പ്രക്രിയ. ഈ ഒരു പ്രോസസ്സാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരുന്ന ആൾക്കാർക്ക് ആവശ്യത്തിന് അലോട്ട് ചെയ്യുക, ഒഴിവായി പോകുന്ന ആൾക്കാർക്ക്, കംപ്ലീറ്റ് ചെയ്തു പോകുന്ന ആൾക്കാരുടെ ഏരിയ റിലീസ് ചെയ്യുക. ഒരു പ്രോസസ്സിന് മെമ്മറി അലോട്ട് ചെയ്യണം, പക്ഷേ റിക്വയർമെന്റ് വന്നിട്ടുണ്ട്, നമുക്ക് ആവശ്യത്തിന് സ്ഥലമില്ല എന്ന് കരുതുക. എന്ത് ചെയ്യാനായിട്ട് കഴിയും? 5 പേരുള്ള ഒരു ഗ്രൂപ്പ് വരുന്നു സദ്യക്കിരിക്കാനായിട്ട്. ആകെ 2 സീറ്റേ എപ്പോഴും ഉള്ളൂ. അവർ പറയുന്നു ഞങ്ങൾക്ക് അടുത്തടുത്തുള്ള 5 സീറ്റ് വേണം. എന്താ വഴിയെന്ന് പറയുന്നത്? ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് സിമ്പിളി റിജക്ട്, നടക്കില്ല കേട്ടോ, ഈ പ്രാവശ്യം നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കുന്ന പോലെ എറർ മെസ്സേജ് കൊടുക്കുക, ഇൻസഫിഷ്യന്റ് മെമ്മറി. അതല്ല എങ്കിൽ ആൾട്ടർനേറ്റീവില് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവരോട് ആവശ്യപ്പെടുക, ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെക്സ് ദ വെയിറ്റ് ക്യൂ, അല്ലെ, ടു ഡിറ്റർമിൻ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദ മെമ്മറി ഡിമാൻഡ്സ് ഓഫ് ദ വെയിറ്റിംഗ് പ്രോസസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുന്നു ഇവരുടെ റിക്വസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ. നോക്കിയാൽ 5 പേര് ക്യൂ ഇരിക്കുന്നുണ്ട്, ഓരോരുത്തരും 2 സീറ്റുണ്ട്, ഓരോരുത്തർ 2 സീറ്റുണ്ട്, ഓരോരുത്തർ 1 സീറ്റുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് 5 എണ്ണം വേണം, അടുത്തടുത്ത് 5 എണ്ണം വേണം. ഇവിടെ ഇരിക്കുന്ന ആളിനെ അങ്ങോട്ടേക്ക് ഒന്ന് മാറ്റിയിരുത്താൻ നോക്കിയാൽ 5 എണ്ണം ഒരിടത്ത് നമുക്ക് ഒരുമിച്ചാക്കാം, അല്ലേ? പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുന്നു എന്തെങ്കിലും വഴിയുണ്ടോ. അങ്ങനെയാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നു. ഇൻ ജനറൽ മെമ്മറി ബ്ലോക്സ് എന്ന് പറയുന്നത് കംപ്രൈസസ് ഓഫ് എ സെറ്റ് ഓഫ് ഹോൾസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിവിധ വലിപ്പത്തിലുള്ള ഹോളുകളുടെ ഒരു സമ്മിശ്രമാണ് മെമ്മറി എന്ന് പറയുന്നത്. മെമ്മറിയുടെ പല ഭാഗത്തായിട്ട് ഇത് സ്കാറ്റർ ചെയ്ത് കിടപ്പുണ്ട്. ഒരു പ്രോസസ്സ് വരുന്നു, മെമ്മറി ആവശ്യപ്പെടുന്നു, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു? ഈ ലിസ്റ്റിനുള്ളിൽ സെർച്ച് ചെയ്യുന്നു, ഏതൊക്കെ സൈസിലുള്ള ഹോൾസ് ഇതിനകത്തുണ്ട് എന്ന് നോക്കുന്നു. ഈ പ്രോസസറിന് പര്യാപ്തമായിട്ടുള്ള ഹോൾ ഉണ്ടോ, ഫ്രീ സ്പേസ് ഉണ്ടോ. ഇഫ് ദ ഹോൾ ഈസ് ടു ലാർജ് ഇറ്റ് ഈസ് സ്പ്ലിറ്റ് ഇൻ ടു പാർട്സ്. വലിയൊരു ഹോൾ ഉണ്ടെങ്കിൽ, ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇപ്പം 500 ലൊക്കേഷൻ ഫ്രീ ആണ്, 200 ലൊക്കേഷൻ ഒരാൾ ആവശ്യപ്പെടുന്നു, 200 അലോട്ട് ചെയ്തിട്ട് 300 എണ്ണം വീണ്ടും പ്രത്യേക ഹോളായിട്ട് മാറുന്നു. സോ ഒരു പാർട്ട് പ്രോസസറിന് അലോട്ട് ചെയ്യുന്നു, മറ്റേ ഭാഗം ഹോളായിട്ട് മാറിക്കിടക്കുന്നു. പിന്നെ പ്രോസസ് ടെർമിനേറ്റ്സ് ഇറ്റ് റിലീസസ് എ ബ്ലോക്ക് ഓഫ് മെമ്മറി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിച്ച് ദെൻ പ്ലേസസ് ബാക്ക് ഇൻ ദ സെറ്റ് ഓഫ് ഹോൾസ്. ഒരു മെമ്മറി റിലീസ് ചെയ്യുന്ന സമയത്ത് ആ റിലീസ് ചെയ്യുന്ന പോർഷൻ ലിസ്റ്റ് ഓഫ് ഹോൾസിൽ ആഡ് ചെയ്യുന്നു എന്ന് കാണാനായിട്ട് കഴിയും. If the new hole is adjacent to other holes, then adjacent holes are merged, അല്ലെ? 3 ഹോളുകൾ അടുത്തടുത്ത് കിടപ്പുണ്ട്, അങ്ങനെയാണെങ്കിൽ അവ മെർജ് ചെയ്ത് ഒറ്റ ഹോളായിട്ട് വെക്കും, ഒറ്റ ബ്ലാങ്ക് സ്പേസ് ആയിട്ട്, ഏരിയ ആയിട്ട് നമ്മൾ റീറ്റൈൻ ചെയ്യുന്നത് കാണാനായിട്ട് കഴിയും. ഈ പ്രൊസീജിയർ ഈസ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻസ് ഓഫ് എ ജനറൽ ഡൈനാമിക് അലോക്കേഷൻ സ്റ്റോറേജ് അലോക്കേഷൻ പ്രോബ്ലം വിച്ച് കൺസേൺ ഹൗ ടു സാറ്റിസ്ഫൈ ദ റിക്വസ്റ്റ് of size n from the list of free holes. ഒരു n ഫ്രീ ഹോൾസ് ആവശ്യപ്പെട്ട്, n നമ്പർ അല്ലെങ്കിൽ 10 ഹോള് ആവശ്യപ്പെട്ട് ഒരു റിക്വസ്റ്റ് വരുന്നു, നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും? അപ്പോൾ അത്തരത്തിലുള്ള അലോക്കേഷൻ ചെയ്യാനായിട്ട്, അല്ലെ, ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പഠിക്കുന്ന
അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡൈനാമിക് സ്റ്റോറേജ് അലോക്കേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പല വഴികളിൽ നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള സൊല്യൂഷൻ ഉണ്ട് പ്രധാനമായിട്ടും. അതിനെ ഫസ്റ്റ് ഫിറ്റ്, ബെസ്റ്റ് ഫിറ്റ്, വേസ്റ്റ് ഫിറ്റ് എന്നാ പറയുന്നത്. 3 സ്ട്രാറ്റജി ഉണ്ട്. ഒരു പ്രോസസ്സ് വന്നു കഴിഞ്ഞാൽ അലോട്ട് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള ബ്ലോക്കിലേക്ക് ഇടണോ, ഫ്രീ ഹോളിലേക്ക് ഇടണോ, അല്ലെ ബെസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ളതിലിടണോ, വേസ്റ്റ് ഫിറ്റ് ആയിട്ടുള്ളതിലിടണോ എന്ന് തീരുമാനിക്കേണ്ടി വരും. ഒന്നാമത്തെ തരം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫിറ്റ്. ഒരു പ്രോസസ്സ് വരുന്നു, അല്ലെ, അലോക്കേറ്റ് ദ ഫസ്റ്റ് ഹോൾ ദാറ്റ് ഈസ് ബിഗ് ഇനഫ്. അത്രയേ ഉള്ളൂ. ആ ഒറ്റ ലൈൻ നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പൊ എനിക്ക് 3 ഹോൾസ് ഫ്രീ ഉണ്ടെന്ന് വിചാരിക്കുക. 50, 30, 70 ഇതാണ് ഇവയുടെ സൈസ് എന്ന് വിചാരിക്കുക. 50, 30, 70. എനിക്ക് 10 സൈസ് ആവശ്യമുള്ള 10 ലൊക്കേഷൻ ആവശ്യമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് വരുന്നത്. ഞാനത് ചെയ്യുന്നു, ആദ്യത്തെ 50 തന്നെ അതിനെ അലോട്ട് ചെയ്യുന്നു. അലോക്കേറ്റ് ഫസ്റ്റ് ഹോൾ ദാറ്റ് ഈസ് ബിഗ് ഇനഫ്. എനിക്ക് 10 ആണ് എന്റെ റിക്വയർമെന്റ്. ആദ്യത്തെ ഹോൾ തന്നെ 50 ആണ്. ഞാൻ 10 അലോട്ട് ചെയ്തിട്ട് 40 എന്ന് പറയുന്ന ബ്ലോക്ക് ബാലൻസ് ഫ്രീ ആക്കുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെർച്ച് ക്യാൻ സ്റ്റാർട്ട് either at the beginning of a set of holes or at the location where previous first fit search ended. നേരത്തെ ഉള്ള സെർച്ച് എൻഡ് ചെയ്ത് നിൽക്കുന്ന അടുത്തെന്നുള്ള ആദ്യത്തെ ഹോള് ഈ പ്രോസസ് അലോട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ലൊക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ അലോട്ട് ചെയ്യുന്നു. എപ്പോഴാണോ ഫ്രീ ഹോൾ കിട്ടുന്നത് അതുവരെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞാൽ അതല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ 50, 30, 70 3 ഹോൾ എനിക്ക് ഫ്രീ ആണ്. ബെസ്റ്റ് ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലോക്കേറ്റ് ദ സ്മോളസ്റ്റ് ഹോൾ ദാറ്റ് ഈസ് ബിഗ് ഇനഫ്. എനിക്ക് 10 ആവശ്യമുള്ളൂ. എനിക്ക് 10 സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ളത്. എനിക്ക് 50-ലും 10 അലോട്ട് ചെയ്യാം, 30-ലും അലോട്ട് ചെയ്യാം, 70-ലും അലോട്ട് ചെയ്യാം. പക്ഷേ ഏറ്റവും നല്ലത് 30-ൽ അലോട്ട് ചെയ്യുന്നത്. കാരണം വലിയ ഹോള് ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുന്നതാണ് നല്ലത്. വലിയ പ്രോഗ്രാം വരുമ്പോൾ അലോട്ട് ചെയ്യാനായിട്ട് കഴിയും, അല്ലേ? ഇപ്പൊ എനിക്കുള്ളത് 50, 30, 70 ആണ്. 10 എനിക്ക് ആവശ്യമുള്ളെങ്കിൽ ഞാൻ 30-ൽ അലോട്ട് ചെയ്യും. അതാണ് ബെസ്റ്റ് ഫിറ്റ്. കാരണം ഞാൻ 70 അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 70-ന്റെ ഒരു പ്രോസസ് വന്നു കഴിഞ്ഞാൽ 50-ലും പറ്റത്തില്ല, 30-ലും പറ്റത്തില്ല, 70 മാത്രമേ പറ്റത്തുള്ളൂ. അതിന് ഞാൻ ചെറിയ കഷ്ണമാക്കി 10 അലോട്ട് ചെയ്തിട്ട് 60 ബാലൻസ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് 70 പിന്നെ വന്നു കഴിഞ്ഞാൽ അലോട്ട് ചെയ്യാനായിട്ട് കഴിയാതെ വരും. അപ്പോൾ അതിനെയാണ് ബെസ്റ്റ് ഫിറ്റ് എന്ന് പറയുന്നത്. എല്ലാ ബ്ലോക്കുകളും നോക്കുന്നു, ഫ്രീ ആയിട്ടുള്ള ബ്ലോക്കുകളും നോക്കുന്നു, അതിലുള്ളതിൽ ഏറ്റവും ചെറുത്, ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറുത് എടുക്കുന്നു. ഇവിടെ നമ്മൾ ലിസ്റ്റ് മുഴുവനും പരിശോധിച്ചാൽ മാത്രമേ വരുള്ളൂ. ഫ്രീ ആയിട്ടുള്ള ഹോളിന്റെ ലിസ്റ്റ് മുഴുവനും നമ്മൾ സൈസിന്റെ വെളിച്ചത്തിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അടിസ്ഥാനത്തിൽ. എന്നിട്ട് അതിൽ സെർച്ച് ചെയ്ത് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ലിസ്റ്റ് സെർച്ച് ചെയ്താൽ മാത്രമേ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള. വേസ്റ്റ് എന്ന് പറയുന്നത് ബെസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. നമ്മളൊന്നും നോക്കത്തില്ല, ഏറ്റവും വലിയ ഹോളിനെ അലോട്ട് ചെയ്യുന്നു. 70 എന്നുള്ള 10-നെ നമ്മൾ അലോട്ട് ചെയ്തിട്ട് 60 എന്ന് പറയുന്ന ഒരു ഹോൾ ഫ്രീ ആക്കുന്നു. ഇവിടെ നമ്മൾ വി മസ്റ്റ് സെർച്ച് എൻറ്റയർ ലിസ്റ്റ്. ഈ ഫ്രീ ആയിട്ടുള്ള ലിസ്റ്റ്, ഹോൾസിന്റെ ലിസ്റ്റ് മുഴുവൻ നോക്കണം, അല്ലേ? അതുകൊണ്ട് എളുപ്പം എന്ന് പറയുന്നത് ആ ലിസ്റ്റിനെ സോർട്ട് ചെയ്ത് സൈസിന്റെ വെളിച്ചത്തിൽ സോർട്ട് ചെയ്ത് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ഫിറ്റിന്റെ ഫലമായി ഏറ്റവും വലിയ ഹോളായിരിക്കും, അല്ലെ, ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക. ഫസ്റ്റ് ഫിറ്റ് ആണെങ്കിൽ നമുക്ക് ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാം. ബെസ്റ്റ് ഫിറ്റ് ആകുമ്പോൾ ഏറ്റവും ചെറിയ ഹോളായിരിക്കും അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാകുക അലോട്ട് ചെയ്തതിനു ശേഷം. വേസ്റ്റ് ഫിറ്റിൽ ഏറ്റവും വലിയ ഹോൾ ഉണ്ടാകുന്നു. ദിസ് സ്ട്രാറ്റജി പ്രൊഡ്യൂസ് എ ലാർജസ്റ്റ് ലെഫ്റ്റ് ഓവർ ഹോൾ വിച്ച് മേ ബി മോർ യൂസ്ഫുൾ ദാൻ സ്മോളസ്റ്റ് ലെഫ്റ്റ് ഓവർ ഹോൾ ഫ്രം ബെസ്റ്റ് ഫിറ്റ് അപ്രോച്ച്. ചിലപ്പോൾ ഈ രീതി നന്നായിരിക്കാം. ഫസ്റ്റ് ഫിറ്റ് നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല ഏതാണ് എളുപ്പം എന്നുള്ളത്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റത്തില്ല. ദാറ്റ് ഡിപ്പെൻഡ്സ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ബോത്ത് ഫസ്റ്റ് ഫിറ്റ് ബെസ്റ്റ് ഫിറ്റ് സ്ട്രാറ്റജീസ് ഫോർ മെമ്മറി ലൊക്കേഷൻ സഫർ ഫ്രം എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ. ഈ 2 രീതികളും അവലംബിച്ചാൽ നമ്മളിപ്പോൾ നോക്കാം. ഇപ്പം ഫസ്റ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫിറ്റ് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ 2 രീതിയിൽ അലോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാകും. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ, അതായത് ഫ്രീ ആയിട്ടുള്ള ഒരു ഏരിയ ഫ്രാഗ്മെന്റ് ചെയ്യപ്പെട്ടു, ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടാകും. ആസ് ദ പ്രോസസ് ആർ ലോഡഡ് ആൻഡ് റിമൂവ് ഫ്രം മെമ്മറി, ഫ്രീ മെമ്മറി സ്പേസ് ഈസ് ബ്രോക്കൺ ഇൻ ടു ലിറ്റിൽ പീസസ്, അല്ലെ? വലിയ ഒരു ഫ്രീ ആയിട്ടുള്ള ഏരിയയെ മുറിച്ച് കുഞ്ഞു ബ്രോക്കൺ ആയിട്ടുള്ള സ്മോൾ ഏരിയ ആയിട്ട് മാറപ്പെടും. ഫ്രീ സ്പേസസ് പല സ്ഥലങ്ങളിലായിട്ട്. നമ്മൾ നേരത്തെ കാണിച്ച പിക്ചറിൽ കണ്ടു. ആ ബ്ലൂ ഏരിയ എന്ന് പറയുന്നത് കുറെ നേരം കഴിയുമ്പോൾ ചെറിയ തുണ്ടുകളായിട്ട് മാറും പല സ്ഥലങ്ങളിലായിട്ട്. External fragmentation exists where there is enough total memory space to satisfy a request
ബട്ട് ദ അവൈലബിൾ സ്പേസ് ആർ നോട്ട് കണ്ടിന്യൂസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല തുണ്ടുകളും, ഓരോരുത്തർ 10 കിടപ്പുണ്ട്, വേറൊരുത്തർ 25 ഉണ്ട്, വേറൊരുത്തർ 40 ഉണ്ട്, പക്ഷേ എനിക്കൊരു 50 വേണം. ഇതെല്ലാം കൂടെ ചേർത്താൽ മാത്രമേ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കണ്ടിന്യൂസ് അല്ല. സ്റ്റോറേജ് ഈസ് ഫ്രാഗ്മെന്റഡ് ഇൻടു ലാർജ് നമ്പർ ഓഫ് സ്മോൾ ഹോൾസ്. ദിസ് ഫ്രാഗ്മെന്റേഷൻ പ്രോബ്ലം, ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറുതല്ല പ്രശ്നം. വലിയൊരു പ്രോഗ്രാം വരുമ്പോൾ ഒരിക്കലും അലോട്ട് ചെയ്യാൻ കഴിയാത്ത രീതി ഉണ്ടാവും. ഫസ്റ്റ് കേസ് ആണെങ്കിൽ വി കുഡ് ഹാവ് എ ബ്ലോക്ക് ഓഫ് ഫ്രീ മെമ്മറി ബിറ്റ്വീൻ എവരി 2 പ്രോസസ്, അല്ലെ? ഏതൊരു പ്രോസസർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാലും അപ്പോൾ നമുക്കൊരു ഫ്രീ സ്പേസ് ഉണ്ടാവും. ഇഫ് ഓൾ ദീസ് സ്മോൾ പ്ലേസസ് ആർ, അല്ലെ, കളക്റ്റഡ് ടുഗദർ, ഇതിന് നമുക്ക് ഒരു ബിഗ് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയ പ്രോഗ്രാമുകൾ റൺ ചെയ്യാനായിട്ട് എളുപ്പമായി മാറും. ഇതൊക്കെ പറഞ്ഞു വരുന്നുണ്ടെങ്കിലും അത് അത്ര സിമ്പിളായിട്ട് നമുക്ക് പരിഗണിക്കാൻ കഴിയത്തില്ല. നമുക്ക് അടുത്ത് നോക്കാം. 50% എന്ന് പറയുന്ന റൂളുണ്ട്. നമുക്ക് ടോട്ടൽ മെമ്മറി സ്പേസും, അല്ലെ, ഡിപ്പെൻഡിങ് ഓൺ ദ ടോട്ടൽ മെമ്മറി, ടോട്ടൽ എമൗണ്ട് ഓഫ് മെമ്മറി സ്റ്റോറേജ് ആൻഡ് ദ ആവറേജ് പ്രോസസ് സൈസ്, ആവറേജ് ആയിട്ട് നമുക്ക് വരുന്ന പ്രോസസ്സിന്റെ സൈസും അറിയാമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്താൽ അതിനെ ബേസ് ചെയ്തിട്ട് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ മേ ബി മൈനർ ഓർ മേജർ നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമുക്കുള്ള ടോട്ടൽ മെമ്മറി സ്പേസും ആവറേജ് ആയിട്ടുള്ള വരുന്ന പ്രോഗ്രാം സൈസും ഒക്കെ വെച്ചിട്ട് നമുക്ക് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ അതൊരു വലിയ ഇഷ്യൂ ആണോ ചെറിയ ഇഷ്യൂ ആണോ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് തീരുമാനിക്കാം. അതിലുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഫിറ്റ് വെച്ചിട്ട് ഒരു അനാലിസിസ് നടത്തിയപ്പോൾ മനസ്സിലായി, ഈവൻ വിത്ത് സം ഓപ്റ്റിമൈസേഷൻ, n അലോക്കേറ്റഡ് ബ്ലോക്സ് ഉണ്ടെങ്കിൽ അതിന്റെ 0.5, അതിന്റെ പകുതി ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളത് ഗിവൺ നിലവിൽ n അലോക്കേറ്റഡ് ബ്ലോക്ക് ഉണ്ട്. 10, ഇപ്പം എന്നിന്റെ വാല്യൂ 10 ആണെങ്കിൽ 10 അലോക്കേറ്റഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതിന്റെ ഹാഫ്, 5 അലോക്കേറ്റഡ് ബ്ലോക്ക് വിൽ ബി ലോസ്റ്റ് ഡ്യൂ ടു ഫ്രാഗ്മെന്റേഷൻ. നമുക്ക് നിലവിലുള്ള ടോട്ടൽ ബ്ലോക്കിന്റെ പകുതി ഫ്രാഗ്മെന്റേഷനിലൂടെ നമുക്ക് നഷ്ടപ്പെടും എന്ന് കാണുന്നു. അതിനർത്ഥം നമുക്ക് 1/3 ഓഫ് മെമ്മറി മേ ബി അൺയൂസബിൾ. 1/3 ഓഫ് മെമ്മറി നമുക്ക് സാധാരണ ഉപയോഗം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, സാർ പകുതിയല്ലേ ഫ്രാഗ്മെന്റേഷനിൽ നഷ്ടപ്പെടുന്നുള്ളൂ, പിന്നെ അങ്ങനെ അത് 1/3 ആവുന്നു? അതൊരു അസംഷനാണ് ആക്ച്വലി. ഇപ്പൊ നമുക്ക് 1 MB ഓഫ് മെമ്മറി ഉണ്ടെന്ന് വിചാരിക്കാം. അതിന്റെ ഒരു 1/3 സാധാരണ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഡിവൈസ് ഡ്രൈവേഴ്സ് പോലുള്ള സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നെന്ന് അർത്ഥം. ബാക്കിയുള്ള 66% ഞാൻ ഈ പറഞ്ഞതുപോലെ അത് മാത്രമേ അലോക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിന്റെ പകുതിയാണ് നിങ്ങൾ എന്തിനു ഉപയോഗിക്കുക, പകുതി നമുക്ക് ഫ്രാഗ്മെന്റേഷൻ നഷ്ടപ്പെടും. അതായത് ഒരു ടോട്ടൽ മെമ്മറി ഒരു 33% നമുക്ക് ഫ്രാഗ്മെന്റേഷനിലൂടെ നഷ്ടപ്പെടുമെന്നാണ് അതിന്റെ അർത്ഥം. ഇതിനെയാണ് പറയുന്നത് 80% റൂൾ എന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്താണെന്ന് നോക്കാം. ദ ഓവർഹെഡ് ടു കീപ് ട്രാക്ക് ഓഫ് ദിസ് ഹോൾ വിൽ ബി സബ്സ്റ്റാൻഷ്യലി ലാർജർ ദാൻ ദ ഹോൾസ്. ചിലപ്പം ഈ ഹോളിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള ജോലി എന്ന് പറയുന്നത് അല്ലേ, സബ്സ്റ്റാൻഷ്യലി ലാർജർ ദാൻ ദ ഹോൾസ്. ഇതിനു വേണ്ടിയുള്ള ഓവർഹെഡ് നമ്മൾ ഈ പറഞ്ഞ പോലെ എളുപ്പമല്ലേ, ഹോളൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരുമിച്ച് ചേർത്ത് ഒരു ബിഗ് ഹോൾ ആക്കുക. ചിലപ്പോൾ അതിനുള്ള പണി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അലോട്ട് ചെയ്യുന്നതിനേക്കാൾ വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് കാണാനായിട്ട് കഴിയും. ദി ജനറൽ അപ്രോച്ച് ടു അവോയ്ഡ് ദിസ് പ്രോബ്ലം ഈസ് ടു ബ്രേക്ക് ദ ഫിസിക്കൽ മെമ്മറി ഇൻ ടു ഫിക്സഡ് സൈസ് ബ്ലോക്ക്. ഇതിനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നമുക്ക് ബ്ലോക്കുകൾ വേരിയബിൾ സൈസ് ആക്കാതെ ഫിക്സഡ് സൈസ് ബ്ലോക്ക് ആക്കി മാറ്റുക. ഞാൻ പറയുന്നു, എൻ്റെ കമ്പ്യൂട്ടറിലെ മെമ്മറി ഫിക്സഡ് സൈസ് ബ്ലോക്ക് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാ ബ്ലോക്കിന്റെ സൈസ് 64K ആണ്. അത് ഫിക്സഡ് ആണ്, മാറ്റാൻ പറ്റത്തില്ല. 64K എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യുന്ന വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ തീരുമാനിക്കാം, എനിക്ക് 50K വരെയാണെങ്കിൽ, ആവശ്യമുള്ള വരെയാണെങ്കിൽ അവിടെ ഒരു 14K മിച്ചം വരും, അല്ലെ? വിത്ത് ദിസ് അപ്രോച്ച് മെമ്മറി അലോക്കേറ്റ് പ്രോസസ് മേ ബി സ്ലൈറ്റ്ലി ലാർജർ ദാൻ ദ റിക്വസ്റ്റഡ് മെമ്മറി. ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വേരിയബിൾ സൈസ് അല്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ മെമ്മറി അലോട്ട് ചെയ്യാനായിട്ട് കഴിയത്തില്ല. ബ്ലോക്കിന്റെ സൈസ് നിജപ്പെടുത്തിയിരിക്കുന്നു ഒരു ഫിക്സഡ് ആയിട്ട് 50 50. എല്ലാ ബ്ലോക്കിനും ഒരേ സൈസ് എന്ന് പറഞ്ഞിട്ട് ഡിസൈഡ് ചെയ്യുന്നു, അല്ലെ? അപ്പോൾ അത്തരത്തിലുള്ള അപ്രോച്ചിൽ നമുക്ക് ഉണ്ടാകുന്ന സ്മോൾ ബിറ്റ് ഓഫ് ഫ്രീ മെമ്മറിയാണ് നമ്മൾ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുക. അൺയൂസ്ഡ് മെമ്മറി ദാറ്റ് ഈസ് ഇന്റേണൽ ടു എ പാർട്ടീഷൻ. നമ്മൾ ടോട്ടൽ മെമ്മറിയെ 64 K വരുന്ന പല ബ്ലോക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓരോ ബ്ലോക്കിലും ചെറിയ ചെറിയ തുണ്ടുകൾ ഫ്രാഗ്മെന്റേഷനിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നു. അതിനെയാണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ പറയുന്നത്. അപ്പോൾ നമുക്ക് അനുമാനിക്കാം, വേരിയബിൾ സൈസ് ആയിട്ടുള്ള സ്കീം ഫോളോ ചെയ്യുന്നിടത്ത് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷനും ഫിക്സഡ് സൈസ്, അല്ലെ, ആയിട്ടുള്ള ബ്ലോക്ക് സൈസ് ഫോളോ ചെയ്യുന്നിടത്താണ് ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാകുന്നത്. സോ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഈസ് ഇന്റേണൽ ടു എ ബ്ലോക്ക്.
എന്നർത്ഥം. ഇനി കോമ്പാക്ഷൻ എന്ന് പറയുന്നത് വൺ സൊല്യൂഷൻ. ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞു. മെമ്മറി നമുക്ക് ആവശ്യത്തിനുണ്ട്, പക്ഷേ നമുക്ക് ഉപയോഗത്തിന് അത് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ആൾക്കാർ പറയാൻ പോലെ കാശ് പല സ്ഥലത്തായിട്ട് കിടപ്പുണ്ട്, പക്ഷെ അതെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോൾ മാത്രമേ ഒരു പ്രോജക്റ്റിന് വേണ്ടി നമുക്ക് ചെലവാക്കാനായിട്ട് കിട്ടുന്നുള്ളൂ. ഇതിനുള്ള പരിയാണ് നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയുക. ദ ഗോൾ ഈസ് ടു ഷഫിൾ ദ മെമ്മറി ലൊക്കേഷൻ സോ ആസ് ടു പ്ലേസ് ഓൾ ഫ്രീ ലൊക്കേഷൻ ടുഗദർ. ഇതിനുള്ള പരിയാണ് നമ്മൾ പറയുന്നത്. എവിടെയൊക്കെയാണോ ഫ്രീ മെമ്മറി ഏരിയ ഉള്ളത് അതിനെല്ലാം കൂടെ നമ്മൾ ചേർത്ത് വെച്ച് ഒരുമിച്ചാക്കി ഒറ്റ ബ്ലോക്കായിട്ട് മാറ്റുന്നു. പരിപാടി കുറച്ച് കോംപ്ലക്സ് ആണ്. അഡ്രസ്സുകളൊക്കെ മാറണം പ്രോഗ്രാമിന്റെ, അല്ലെ? ആ ജോലി എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ഉള്ള ജോലിയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് അൺയൂസ്ഡ് ആയിട്ടുള്ള ഏരിയയെ ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുന്നുള്ളതാണ്. അതുകൊണ്ട് കോമ്പാക്ഷൻ എല്ലാ സമയത്തും എളുപ്പമല്ല, പോസിബിൾ അല്ല. ഇഫ് ലൊക്കേഷൻ ഈ സ്റ്റാറ്റിക്, റീലൊക്കേഷൻ സ്റ്റാറ്റിക് ആണ്. ചില പ്രോഗ്രാം പറയുന്നു സ്റ്റാറ്റിക് അഡ്രസ് ആണ്. നമ്മൾ ആദ്യം കണ്ടതുപോലെ അബ്സല്യൂട്ട് ആയിട്ടുള്ള അഡ്രസ്, ഇന്ന ഏരിയയിൽ മാത്രമേ ഇത് പറ്റത്തുള്ളൂ, റീലൊക്കേറ്റബിൾ അല്ല. അത്തരത്തിലുള്ള സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമുകളും ചിലയിടത്ത് ലോഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോഴവിടെയൊക്കെ നമുക്ക് കോമ്പാക്ഷൻ പോസിബിൾ അല്ല എന്ന് കാണാനായിട്ട് കഴിയും. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇഫ് റീലൊക്കേഷൻ ഈസ് ഡൈനാമിക്. റീലൊക്കേഷൻ ഡൈനാമിക് ആണെങ്കിൽ മാത്രമേ അത് പറ്റത്തുള്ളൂ. If addresses are relocated dynamically, relocation requires only moving the program and data, then changing the base register. അല്ലേ? എളുപ്പമാണ്. ബേസ് രജിസ്റ്റർ ലിമിറ്റ് രജിസ്റ്റർ ഒക്കെ മാറ്റിയാൽ മതിയായിരിക്കും, പക്ഷെ അതിന് റീലൊക്കേഷൻ ഡൈനാമിക് ആയിരിക്കണം. സോ വെൻ കോമ്പാക്ഷൻ ഈസ് പോസിബിൾ വി മസ്റ്റ് ഡിറ്റർമിൻ ഇറ്റ്സ് കോസ്റ്റ്. കോമ്പാക്ഷൻ പോസിബിൾ ആണെങ്കിൽ നമ്മൾ നോക്കണം ഇതിന് എത്ര ചെലവുണ്ടാവും, എത്ര മെനക്കേടുണ്ട്, എത്ര ടൈം അതിന് വേണ്ടി ചെലവും. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനിക്കുക എന്നർത്ഥം. Simplest compaction algorithm is to move all process toward one end of memory, all holes in another direction. എളുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടല്ലേ, നമ്മൾ വീട്ടിൽ ഇപ്പൊ നെല്ലൊക്കെ ഉണക്കാനിട്ടിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒരു മൂലയ്ക്ക് വയ്ക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള ഏരിയ ഫ്രീ ആവും. അതുപോലെ അലോട്ട് ചെയ്തിരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ മുഴുവനും കൂടെ തള്ളി ഒരു സ്ഥലത്തേക്ക് വെക്കുമ്പോൾ മറ്റ് സ്ഥലം നമുക്ക് ഫ്രീ ആയിട്ട് വരുന്നു. ദിസ് സ്കീം ക്യാൻ ബി എക്സ്പെൻസീവ് ആണ്. അനദർ പോസിബിൾ സൊല്യൂഷൻ ഈസ് ടു external fragmentation problem is to permit the logical address space of the process to be non-contiguous. അല്ലെങ്കിലുള്ള വഴി എന്ന് പറയുന്നത് ലോജിക്കൽ അഡ്രസ്, ഓരോ പ്രോസസ്സിന്റെ ലോജിക്കൽ അഡ്രസ്സിനെ അല്ലെ നോൺ കണ്ടിഗ്യൂസ് ആക്കുക. thus allowing a process to be allocated physical memory wherever such memory is available. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സമയത്ത് പ്രോസസ്സ് ക്യാൻ ബി allotted to physical memory wherever such memory is available. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോൺ കണ്ടിഗ്യൂസ് ആണെങ്കിൽ നമുക്ക് ഇതിനൊരു സൊല്യൂഷനായിട്ട് നമുക്ക് അതിനെ കൊണ്ടുവരാനായിട്ട് കഴിയും. ഈ സ്ട്രാറ്റജിയാണ് നമ്മൾ പേജിങ്ങിന് നമ്മൾ ഇതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. പേജിങ് എന്ന് പറയുന്ന ടെക്നിക്ക് പഠിക്കുമ്പോൾ സാധാരണയായി കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് പേജിങ് എന്ന് പറയുന്ന സ്ട്രാറ്റജി. ഇതൊക്കെയാണെങ്കിൽ ഫ്രാഗ്മെന്റേഷൻ ഈസ് എ ജനറൽ പ്രോഗ്രാം ഇൻ കമ്പ്യൂട്ടിംഗ് ദാറ്റ് ക്യാൻ ഒക്കർ wherever we must manage block of data. എവിടെ നമ്മൾ ബ്ലോക്ക് ഓഫ് ഡേറ്റ മാനേജ് ചെയ്യുന്നു അവിടെയൊക്കെ നമുക്ക് ഈ ഫ്രാഗ്മെന്റേഷൻ ഒരു കീറാമുട്ടിയാണ്, പ്രശ്നം തന്നെയാണ്. ലെറ്റ് us think of it. Thanks for your patience.